മഹാലക്ഷ്മി സീരിയലിന്റെ ഇന്നത്തെ എപ്പിസോഡിന്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ലേഖ അനന്തുവിനോടായിട്ട് പറയുന്നുണ്ട്, അനന്തുവേട്ടനെയും കണ്ണേട്ടനെയും തമ്മിൽ കാണുമ്പോൾ വെറും കൂട്ടുകാരായിട്ട് മാത്രമല്ല, അതിനപ്പുറത്തേക്ക് കൂടപ്പിറപ്പുകളായിട്ട് എനിക്ക് കാണാൻ കഴിയുന്നുള്ളൂ. കണ്ണേട്ടനും അങ്ങനെ തന്നെയാണ്. ഉണ്ണിയേക്കാൾ അനന്തുവേട്ടനോടാണ് കണ്ണേട്ടന് സ്നേഹവും അടുപ്പവും ഒക്കെ ഉള്ളത്. ഇപ്പോ മഹിയും നമ്മുടെ കുടുംബത്തിലേക്ക് വന്നു ചേർന്നിരിക്കുകയാണ്. അതുകൊണ്ട് അവർക്ക് 1-2 കുഞ്ഞുങ്ങൾ ജനിച്ചാൽ അവരുടെ കുഞ്ഞുങ്ങളെയും സ്വന്തം കുഞ്ഞുങ്ങളായിട്ട് നമുക്ക് കാണാൻ കഴിയുമെന്ന് പറയുമ്പോൾ ആരും മനസ്സിൽ കാണാത്ത കാര്യങ്ങളാണല്ലോ താൻ പറയുന്നതെന്ന് ലേഖ പറയുമ്പോൾ കണ്ണേട്ടൻ പറഞ്ഞതിനേക്കാളൊക്കെ പരിശുദ്ധിയാണ് മഹി. എനിക്ക് അവളെ ഒരുപാട് ഇഷ്ടമായി. അതുകൊണ്ട് അവൾക്ക് ജനിക്കുന്ന കുഞ്ഞുങ്ങളിലൂടെ നമുക്കും കുഞ്ഞുങ്ങളെ നമുക്കും താലോലിക്കാൻ കഴിയുമെന്ന് പറയുന്നുണ്ട് കേട്ടോ ലേഖ. തുടർന്ന് നമ്മൾ ഒരുപാട് സമ്പാദിച്ചു കഴിഞ്ഞില്ലേ, ഇനി നാട്ടിൽ സെറ്റിൽ ചെയ്ത് എന്തെങ്കിലുമൊക്കെ ബിസിനസ് തുടങ്ങാം. അതിനുശേഷം നമുക്ക് 2 കൂട്ടർക്കും താഴെയും മുകളിലുമായിട്ട് താമസിക്കാം എന്നെല്ലാം ലേഖ അഭിപ്രായം പറയുന്നുണ്ട് കേട്ടോ അനന്തുവിനോട്. കണ്ണേട്ടൻ അതിനെ എതിർക്കുമെന്ന് അനന്തുവേട്ടന് തോന്നുന്നുണ്ട് എന്ന് ചോദിക്കുമ്പോൾ കണ്ണൻ ഒരിക്കലും എതിരഭിപ്രായം പറയില്ല എന്ന് അനന്തു പറയുന്നതും, എങ്കിൽ പിന്നെ സമയവും സാഹചര്യവും അനുസരിച്ച് കണ്ണേട്ടന് മുന്നിൽ ഇത് അവതരിപ്പിക്കാം എന്ന് ലേഖ പറയുന്നതും, കണ്ണൻ സമ്മതിച്ചാലും മഹി സമ്മതിക്കുമോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ അനന്തു ഇതേ സമയം. പെട്ടെന്ന് ഇത് കേൾക്കുമ്പോൾ ആരായാലും സമ്മതിക്കില്ല. പക്ഷേ സാവകാശം ഞാൻ അവളെ കാര്യങ്ങളെല്ലാം പറഞ്ഞു മനസ്സിലാക്കി നമ്മുടെ വഴിക്ക് കൊണ്ടുവന്നോളം, എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് മഹിയെ എന്നും പറയുന്നുണ്ട് കേട്ടോ ലേഖ. കുഞ്ഞുങ്ങൾ ജനിക്കുന്നത് അവളുടെ ഉദരത്തിലാണെങ്കിലും അവൾക്കൊപ്പം ആ കുഞ്ഞുങ്ങളെ താലോലിക്കാനും ലാളിക്കാനും ഒക്കെ കഴിയുന്നത് ഒരു വലിയ ഭാഗ്യം തന്നെയാണ്. അതിലൂടെ നമുക്കും നമ്മുടെ അവകാശികളെ കണ്ടെത്തണമെന്നും ലേഖ പറയുന്നുണ്ട് കേട്ടോ അനന്തുവിനോട്. പിന്നീട് കാണിക്കുന്നത് ബൈക്കിൽ വന്നുകൊണ്ടിരിക്കുന്ന സാഗറിനെ കാറിൽ വരുന്ന കുറെ പേര് തടഞ്ഞു നിർത്തിയിട്ട് സാഗർ അല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. ഇപ്പൊ ഇത് കാണുന്ന സാഗറാണെങ്കിൽ ഭയം കൊണ്ട് ആരാ നിങ്ങളും ചോദിക്കുമ്പോ അതൊക്കെ ഉണ്ടടാ എന്ന് പറഞ്ഞുകൊണ്ട് സാഗറിനെ അവര് തടഞ്ഞു നിർത്താണ്. ശേഷം ഹെൽമെറ്റ് ഒക്കെ അഴിച്ചു മാറ്റിയിട്ട് മോന് സുഖം തന്നെയല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് സാഗറിനെ അവിടെ ഇട്ട് തലങ്ങും വിലങ്ങും മർദ്ദിക്കുന്നുണ്ട് കേട്ടോ അവര്. അങ്ങനെ തീർത്തും അവശനാകുന്ന സാഗർ ആണെങ്കിൽ എന്നെ ഇനി ഒന്നും ചെയ്യരുതെന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ മുന്നിൽ യാചിക്കുകയാണ്. ഇനി നിന്നെ ഒന്നും ചെയ്യില്ല, നീ ഞങ്ങളുടെ കൂടെ വരണമെന്ന് പറയുമ്പോൾ എവിടേക്കാണെന്ന് സാഗർ ചോദിക്കുമ്പോൾ കാണാൻ വേറെ ആളുകളുണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ ആ ഗുണ്ടകള്. ഞങ്ങൾ വെറും കൂലിക്കാരാണെന്ന് പറഞ്ഞുകൊണ്ട് വണ്ടിയിലേക്ക് പിടിച്ചു കയറ്റി സാഗറിനെയും കൊണ്ട് പോവാണ് കേട്ടോ അവര് ചെയ്യുന്നത്. പിന്നീട് കാണിക്കുന്നത് ഇവിടെ കമലേശ്വരത്തെ കരുണയാണെങ്കിൽ മഹി തിരിച്ചു വന്നതിലുള്ള ദേഷ്യത്തോടെ എങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. ഇതേ സമയം ഒരു കോളിംഗ് ബെല്ല് കേൾക്കുന്നതും ചെന്ന് വാതിൽ തുറക്കുന്നുണ്ട്. അങ്ങനെ വന്നിരിക്കുന്നത് ലേഖയും അനന്തുവാണെന്ന് അറിഞ്ഞ് ശരിക്കും അവരെ ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ കരുണയ്ക്ക്. തുടർന്ന് അവരെ കണ്ട് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിലും ചിരിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട് കരുണ. അപ്പോൾ തങ്ങൾ വന്നത് ഇഷ്ടപ്പെട്ടില്ല എന്ന് മനസ്സിലാക്കുന്ന ലേഖ എന്താ ഇഷ്ടപ്പെട്ടില്ലേ എന്ന് ചോദിക്കുമ്പോ, ഇത് നിങ്ങളുടെ കൂട്ടുകാരന്റെ വീടല്ലേ, ഇവിടെ വരണ്ടെന്ന് പറയാൻ മറ്റാർക്കും അധികാരമില്ലല്ലോ എന്നെല്ലാം ചോദിക്കുന്നുണ്ട് കേട്ടോ കരുണ. ഇതേ സമയം ദുർഗ അവിടേക്ക് വരുമ്പോ ഇന്നത്തെ കമ്പത്തിന്റെ ബാക്കി വല്ലതും ഇരിപ്പുണ്ടോ, ഉണ്ടെങ്കിൽ ഇനിയും പൊട്ടിക്കാനുള്ള സാഹചര്യം ഉണ്ടെന്നെല്ലാം അനന്തു ഇങ്ങനെ കൊള്ളിച്ചുകൊണ്ട് പറയുമ്പോ പെട്ടെന്ന് തന്നെ ദുർഗ പറയുന്നുണ്ട്, അത് പിന്നെ അന്നത്തെ വിഷുവിന്റെ കുറച്ചും പടക്കം ബാക്കി ഇരിപ്പുണ്ടായിരുന്നു, അത് പൊട്ടിച്ചതാണെന്നെല്ലാം പറഞ്ഞുകൊണ്ട് വീണടുത്ത് കയറുന്ന ഉരുളാണ് കേട്ടോ ദുർഗ ചെയ്യുന്നത്. തുടർന്ന് മേഘൻ മഹിയെ കാണാതെ മുങ്ങി നടക്കുകയായിരുന്നല്ലോ, പക്ഷെ ഇന്നലെ എന്താ പെട്ടെന്ന് പൊങ്ങിയതെന്ന് ലേഖ ചോദിക്കുമ്പോ ഇത് കേൾക്കുന്ന അനന്തു കണ്ണൻ മഹിയെ വിട്ടുകളഞ്ഞു എന്നാണല്ലോ അവൻ കരുതിയിരുന്നത്, അതറിഞ്ഞിട്ട് വന്നതായിരിക്കുമെന്ന് ലേഖയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അനന്തു. ഇത് കേൾക്കുന്ന ദുർഗ അങ്ങനെ വേണോ അവനിവിടെ വരാൻ, അവനിവിടെ ഒരു മുറി പോലും ഒഴിച്ചിട്ടുണ്ടെന്ന് പറയുമ്പോ അവനെ ഇനി ഇവിടെ കയറ്റുന്നതൊക്കെ സൂക്ഷിച്ചു വേണം. മഞ്ജു എന്റെ മുറപ്പെണ്ണാണെങ്കിലും കെട്ടാൻ പോകുന്ന പെണ്ണാണെങ്കിലും അവളെ കൂടാതെ മറ്റു 2 പെൺകുട്ടികൾ കൂടി ഈ വീട്ടിലുണ്ട്, ഈ കരുണയും മഹാലക്ഷ്മിയും എന്നെല്ലാം ലേഖ പറയുന്നത് കേട്ട് മേഘേട്ടനെ ഞങ്ങൾ എന്തിനാ ഭയപ്പെടുന്നതെന്ന് കരുണ ചോദിക്കുമ്പോ അവൻ ഇപ്പൊ വലിയ കുഴപ്പക്കാരനല്ലെന്നാ തോന്നുന്നത്, പക്ഷെ നേരത്തെ വലിയ കുഴപ്പക്കാരനായിരുന്നു എന്ന് മേഘനെ കുറിച്ച് ഒരു മുന്നറിയിപ്പ് കൊടുക്കുന്നുണ്ട് കേട്ടോ അനന്തു. അത് കണ്ണനും നന്നായിട്ട് അറിയാമെന്ന് അനന്ത് പറയുമ്പോ എന്റെ മോൾക്ക് അവനെ കുറിച്ച് നല്ല മതിപ്പാണ്, അതുകൊണ്ട് തന്നെ അവൾ ഒരിക്കലും അവനെ വിട്ടുകളയാൻ പോകുന്നില്ല എന്ന് ദുർഗ പറയുമ്പോ തമ്മിൽ ചേരണമല്ലോ എന്ന് അനന്തവും പറയുന്നുണ്ട് കേട്ടോ ഇതേ സമയം. തുടർന്ന് ഞങ്ങൾ ഏതായാലും മഹിയെയും കണ്ണനെയും കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് അവര് പോവാണ്. അവര് പോയതിനു ശേഷം അയാളും അയാളുടെ ഭാര്യയും ഓരോന്ന് കൊള്ളിച്ചാ സംസാരിക്കുന്നത്, എന്റെ സ്വഭാവം അയാൾക്ക് ശരിക്കും അറിയില്ല എന്നെല്ലാം പറഞ്ഞുകൊണ്ട് കരുണ ഇങ്ങനെ കളി തൊള്ളുമ്പോ മോളെ വേണ്ടാത്തതൊന്നും പറയരുത്, എല്ലാം വിട്ടുകള,
കാശിനകത്ത് മുങ്ങി താഴ്ന്നവരെ അവര്. പക്ഷെ 2 പേർക്കും കുട്ടികളില്ല, ഇനിയോട്ട് ഉണ്ടാവാനും പോകുന്നില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ ദുർഗ. അതിന്റെ കേട് തീർക്കാനാണ് ഇങ്ങനെയൊക്കെ ഓരോന്ന് പറയുന്നത്. അതിനൊന്നും നമ്മൾ ചെവി കൊടുക്കാൻ നിൽക്കണ്ട എന്നെല്ലാം കരുണയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ ദുർഗ. ശേഷം കരുണയാണെങ്കിൽ ലേഖയെയും അനന്തുവിനെയും ഇങ്ങനെ അസൂയയോടെയും പകയോടും കൂടി അവരെ കുറിച്ച് ഇങ്ങനെ ആലോചിച്ച് നോക്കി നിൽക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. പിന്നീട് കാണിക്കുന്നത് അനന്തവും ലേഖയും കണ്ണന്റെയും മഹിയുടെയും മുറിയിലെത്താണ്. അപ്പൊ അവരെ അപ്രതീക്ഷിതമായിട്ട് കാണുമ്പോൾ ഒരുപാട് സന്തോഷമാവുന്നുണ്ട് കേട്ടോ കണ്ണയ്ക്കും. ഞാൻ നിന്നെ അങ്ങോട്ട് വിളിക്കാൻ തുടങ്ങുമായിരുന്നു, സാഗറിന്റെ കാര്യം എന്തായി എന്ന് കണ്ണൻ ചോദിക്കുന്നുണ്ട്. അവൻ പിടിയിലായിട്ടുണ്ട് എന്നും നീ കൂടി എന്റെ ഒപ്പം വരണം, നിന്റെ മുന്നിൽ വെച്ച് വിസ്തരിക്കാനാണ് എന്റെ പ്ലാൻ എന്നും അനന്ത് പറയുമ്പോ അതോടുകൂടി മഹിയുടെ സംശയം തീർന്നു കിട്ടുമെന്ന് ലേഖയും പറയുന്നുണ്ട് കേട്ടോ. തുടർന്ന് സാഗർ എന്ന കഥാപാത്രത്തിന്റെ സൃഷ്ടാവ് മേഘനാണെങ്കിൽ പിന്നെ ഞാൻ ഒരിക്കലും അവനെന്റെ പെങ്ങളെ കൊടുക്കില്ല എന്നും ഒരു ഉറച്ച തീരുമാനം കണ്ണൻ ഇതേ സമയം എടുക്കുന്നുണ്ട്. തുടർന്ന് അനന്ത് പറയുന്നുണ്ട്, പഠിക്കേണ്ട കാലം തൊട്ടേ നമുക്ക് അവനെ നന്നായിട്ട് അറിയാലോ, കാണാൻ കൊള്ളാവുന്ന ഏതെങ്കിലും ഒരു പെൺകുട്ടിയെ കണ്ടു കഴിഞ്ഞാൽ അവൻ അവളുടെ പുറകെ ആയിരിക്കും, അവളുടെ വായിൽ നിന്നും നല്ലത് കിട്ടുന്നത് വരെ എന്നെല്ലാം അനന്ത് പറയുമ്പോ കിട്ടിക്കഴിഞ്ഞാലോ അവൻ പിന്മാറാറുണ്ടോ? ഈ ഒരു കാര്യത്തില് എത്ര പെൺകുട്ടികളുടെ കയ്യിൽ നിന്നും അവൻ തല്ല് വാങ്ങിയിട്ടുണ്ട് എന്നെല്ലാം ചോദിക്കുന്നുണ്ട് കേട്ടോ കണ്ണനും. പെൺകുട്ടികളുടെ മാത്രമല്ല അവളുടെ ബന്ധുക്കളുടെ കയ്യിൽ നിന്ന് വരെ അവന് ഇഷ്ടം പോലെ തല്ല് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് മഹി പറഞ്ഞ സംശയം ശരിയാകാൻ തന്നെയാണ് സാധ്യത എന്നും അനന്തവും പറയുന്നുണ്ട് കേട്ടോ ഇതേ സമയം. അതാണ് ഇവന്റെ മുന്നിൽ വെച്ച് കാര്യങ്ങൾ അവനോട് ചോദിക്കാമെന്ന് വിചാരിച്ചത്. 2 എണ്ണം കൊടുത്തിട്ട് ചോദിക്കേണ്ടതുപോലെ ചോദിച്ചു കഴിഞ്ഞാൽ അവൻ മണി പോലെ എല്ലാ സത്യങ്ങളും തുറന്നു പറയുമെന്നും അനന്ത് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ അനന്തുവിനോടൊപ്പം കണ്ണൻ പോകുന്നുണ്ട് സാഗറിന്റെ അടുത്തേക്ക്. ഇതേ സമയം കാണിക്കുന്നത് സാഗറിനെ ഒരു ഒളി സങ്കേതത്തിൽ കെട്ടിയിട്ടിരിക്കുന്നതാണ് കേട്ടോ. അവിടേക്ക് സാഗറിനെ ഞെട്ടിച്ചുകൊണ്ട് കണ്ണനും അനന്തവും വരുന്നുണ്ട്. തുടർന്ന് ഇവനെ കൊണ്ട് സത്യം പറയിച്ചോ എന്ന് അനന്ത് ഗുണ്ടകളോട് ചോദിക്കുമ്പോൾ ഇല്ല സാർ, എത്ര ചോദിച്ചിട്ടും ഇവനൊന്നും വിട്ടു പറയുന്നില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ അതിലൊരു ഗുണ്ട. ശേഷം ഇനി ഞങ്ങള് നിന്നെ തല്ലാനും കൊല്ലാനും ഒന്നുമല്ല പോകുന്നത്, പോലീസ് ഇനി ഇവിടെ വരും, അവരും നിന്നെ കൊണ്ട് എല്ലാം പറയിപ്പിക്കുമെന്ന് പറഞ്ഞ് സാഗറിനെ വിരട്ടുന്നുണ്ട് കേട്ടോ അനന്തു. അത് കഴിഞ്ഞ് ആരാണ് നിന്നെ ഫിനാൻഷ്യൽസിലേക്ക് പറഞ്ഞു വിട്ടത്, ആരാണെന്നും തെളിയും, അതുകൊണ്ട് സത്യം പറയടാ, ആരാടാ നിന്നെ അവിടേക്ക് കടത്തിവിട്ടതെന്ന് ചോദിച്ചുകൊണ്ട് സാഗറിന്റെ ഷർട്ടിൽ കുത്തിപ്പിടിക്കുകയാണ് കേട്ടോ അനന്തു. ആരാണ് നിന്നെ ഈ ജോലിക്ക് വിട്ടത് എന്നും അനന്ത് ചോദിക്കുന്നുണ്ട്. ഇതേ സമയം ഞങ്ങൾക്ക് ഒരാളെ സംശയമുണ്ട്, പ്രത്യേകിച്ച് മഹിക്ക് എന്ന് കണ്ണനും പറയുന്നുണ്ട്. കണ്ണൻ സംശയിക്കുന്നത് ആരാണെന്ന് നിനക്കും അറിയാം, അതുകൊണ്ട് വേഗം പറഞ്ഞോ, ആരാ നിന്നെ കമലേശ്വരം ഫിനാൻസിലേക്ക് പറഞ്ഞു വിട്ടതെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ അനന്തു. ആരാടാ നിന്നെ ജോലിക്ക് വെച്ചതെന്ന് ചോദിച്ചുകൊണ്ട് സാഗറിന്റെ വായിൽ അമർത്തിപ്പിടിക്കുന്നുണ്ട് കേട്ടോ അനന്തു. തുടർന്ന് അവനെ പറഞ്ഞു വിട്ടത് മേഘനാഥൻ എന്ന ആളാണോ എന്ന് കണ്ണനും അവിടെ ഇരുന്നുകൊണ്ട് ചോദിക്കുന്നുണ്ട് സാഗറിനോട്. ഇത് കാണുന്ന അനന്തു അവന്റെ മുഖം കണ്ടാൽ തന്നെ അറിയില്ലേ ഇവനെ പറഞ്ഞു വിട്ടത് മേഘനാഥനാണെന്ന് പറയുമ്പോ അത് അവൻ തന്നെ പറയട്ടെ എന്ന് പറയുന്നുണ്ട് കേട്ടോ കണ്ണൻ. ശേഷം എന്റെ അമ്മാവന്റെ മകനാണ് മേഘനാഥൻ, അവനാണോ നിന്നെ പറഞ്ഞു വിട്ടത്, പറയാതെ നിനക്ക് ഒരു രക്ഷയും ഇല്ല എന്ന് കണ്ണൻ പറയുന്നുണ്ട് കേട്ടോ സാഗറിനോട്. നിന്റെ ഫോൺ കോളുകളെല്ലാം ഞങ്ങൾ ട്രാക്ക് ചെയ്തിട്ടുണ്ട്, ദിവസവും 3-4 തവണയാണ് നീ മേഘനാഥനെ വിളിച്ചിട്ടുള്ളത്, അതുകൊണ്ട് നീ സത്യം പറഞ്ഞോ എന്ന് പറഞ്ഞുകൊണ്ട് കണ്ണൻ വീണ്ടും സാഗറിനെ വിരട്ടുന്നുണ്ട്. അങ്ങനെ തീർത്തും പെട്ടു എന്ന് മനസ്സിലാക്കുന്ന സാഗറാണെങ്കിൽ സത്യം തുറന്ന് സമ്മതിക്കുകയാണ്. എന്നോട് കൂടുതലൊന്നും ചോദിക്കരുത്, മേഘൻ സാറ് പറഞ്ഞിട്ട് തന്നെയാണ് ഞാൻ ഈ ജോലി ഏറ്റെടുത്തത് എന്ന് എല്ലാ കാര്യങ്ങളും തുറന്നു പറയുന്നുണ്ട് കേട്ടോ സാഗർ. ഇത് കേൾക്കുന്ന അനന്തുവാണെങ്കിൽ സാഗറിനെ ഇടിക്കാനായിട്ട് തുടങ്ങുന്നതും കണ്ണൻ തടയുന്നുണ്ട് അനന്തുവിനെ. എന്നിട്ട് പറയുന്നുണ്ട് അവൻ ഇവനെ കൂലിക്ക് വെച്ചതാണ്, അതുകൊണ്ട് കൂലിക്കാരനെ തല്ലിയിട്ട് കാര്യമില്ല, ഇനി ശിക്ഷിക്കേണ്ടത് അവനെയാണ് എന്ന് പറയുന്നുണ്ട് കേട്ടോ കണ്ണൻ. ഇപ്പൊ കണ്ടില്ലേ അനന്തു, മഹി പറഞ്ഞതെല്ലാം സത്യമായിട്ട് വരികയാണ് എന്ന് പറയുമ്പോ അവന് ആള് കൊള്ളാലോ, അവൻ ഇനിയും നേരെയായിട്ടൊന്നും ഇല്ലല്ലോ എന്ന് പറയുമ്പോ അവൻ ഇപ്പോഴും പണ്ടത്തെ സ്വഭാവം തന്നെയാണ്, ഒരു തെറ്റു മറയ്ക്കാൻ 1000 തെറ്റാണ് അവൻ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് കൂട്ടിച്ചേർക്കുന്നുണ്ട് കേട്ടോ അനന്തവും. മഹിയാണെങ്കിൽ ആദ്യം തന്നെ നടന്നതൊന്നും എന്നോട് പറയാറില്ല, അത് ഇവനെ പോലുള്ള ഫ്രോഡുകളെ രക്ഷിക്കാനാണെന്ന് ഓർക്കുമ്പോ എനിക്ക് അയാളോട് ചെറിയ നീരസം ഉണ്ടെന്നും കണ്ണൻ പറയുന്നുണ്ട്. തുടർന്ന് ഇങ്ങനെ ഒരു ആഭാസനെയാണോ നീ നിന്റെ പെങ്ങൾക്ക് കൊടുക്കാൻ പോകുന്നതെന്ന് ചോദിക്കുമ്പോ അതിനി ഒരിക്കലും ഇല്ല, അങ്ങനെ ഒരു മരുമകൻ കമലേശൻ തറവാടിന് വേണ്ട എന്നും കണ്ണൻ തീർത്ത് പറയുന്നുണ്ട് കേട്ടോ. അവൻ അമ്മാവന്റെ മകനാണ് എന്നുള്ള രീതിയിൽ ജീവിച്ചോടെ, അതിനപ്പുറം എന്റെ മനസ്സിൽ അവനൊരു സ്ഥാനവുമില്ല എന്നും കണ്ണൻ കൂട്ടിച്ചേർക്കുന്നുണ്ട്. ശേഷം സാഗറിനോടായിട്ട് നിനക്ക് നല്ല തണ്ടും തടിയും ഒക്കെ ഉണ്ടല്ലോടാ,
മറ്റുള്ള കുടുംബങ്ങളെ എങ്ങനെ തകർക്കാൻ നിൽക്കാതെ വല്ല ജോലി എടുത്ത് ജീവിച്ചുകൂടാ എന്ന് ചോദിക്കുന്നുണ്ട്. ഇതേ സമയം അനന്തു ആണെങ്കിൽ സാഗറിന്റെ കരണമടിച്ച് പൊട്ടിക്കുന്നുണ്ട് കേട്ടോ, നാണമില്ലാത്തവനെന്ന് പറഞ്ഞുകൊണ്ട്. തുടർന്ന് ഇവനെ നന്നായിട്ട് കൈകാര്യം ചെയ്തിട്ട് വിട്ടയച്ചാൽ മതിയെന്നും ഗുണ്ടകളോടായിട്ട് അനന്തു പറയുന്നുണ്ട്. ശേഷം കണ്ണനും സാഗറിനോട് പറയുന്നുണ്ട്, ഞാൻ എന്തായാലും മേഘനെ ഒന്ന് കാണുന്നുണ്ട്, അതിനു മുൻപ് ഇവിടെ നടന്നതൊന്നും നീ അവനെ വിളിച്ചു പറയരുതെന്ന് പറയുമ്പോൾ ഗുണ്ടകൾ കണ്ണനോട് പറയുന്നുണ്ട്, സാറിന്റെ കോള് വരാതെ ഞങ്ങൾ ഇവനെ വിട്ടയക്കില്ല എന്നും പറയുന്നുണ്ട് കേട്ടോ കണ്ണനോട്. അങ്ങനെ കണ്ണനും അനന്തവും പോയതിനു ശേഷം ഗുണ്ടകളാണെങ്കിൽ വീണ്ടും സാഗറിനെ അവിടെയിട്ട് മർദ്ദിക്കുന്നുണ്ട് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് കണ്ണൻ മഹിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് കേട്ടോ. അപ്പൊ കണ്ണനെ കാണുന്നതും എന്തായി കണ്ണേട്ടാന്ന് മഹി ചോദിക്കുമ്പോൾ താൻ ഊഹിച്ചതെല്ലാം ശരിയാണ്, എല്ലാത്തിന്റെയും പിറകിൽ കളിച്ചിരിക്കുന്നത് മേഘനാഥനാണ്, കൊടുക്കേണ്ടത് കൊടുത്തപ്പോ അവനെല്ലാം മണിമണിയായിട്ട് പറഞ്ഞു ആ സാഗർ. തന്നോട് അവന് മറ്റാരോടും ഇല്ലാത്ത ഒരു വെറുപ്പും പ്രതികാരവും ഒക്കെ ഉണ്ട്. അതുപോലെ തന്നെ അവനെ കുറിച്ച് തനിക്ക് എന്തോ പറയാനുള്ളത് പോലെ എനിക്കും പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അതേപ്പറ്റി പലപ്പോഴും ഞാൻ ചോദിച്ചപ്പോ താൻ എന്തോ മറയ്ക്കുന്നത് പോലെയും എനിക്ക് തോന്നിയിട്ടുണ്ട്. എന്താണ് അതിനുള്ള കാരണം, അവനെ തന്നോട് ഇങ്ങനെ വെറുപ്പ് തോന്നാനുള്ള കാരണം എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ കണ്ണൻ. ഇത് കേൾക്കുന്ന മഹി, ഇനി കണ്ണേട്ടനോട് ഒന്നും മൂടി വെക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. അന്ന് സാഗർ എന്നോട് ചെയ്തതെല്ലാം മറച്ചു വെച്ചതാണ് ഞാൻ കണ്ണേട്ടനോട് ചെയ്ത തെറ്റ്. അതുകൊണ്ട് തന്നെ മേഘൻ എന്താണ് എന്നോട് ചെയ്തതെന്നും കണ്ണേട്ടൻ അറിയണം. മേഘൻ പുറകെ നടന്ന് ശല്യം ചെയ്തതും അപമാനിക്കാൻ ശ്രമിച്ചതും അങ്ങനെ സഹിക്കാൻ കഴിയാതെ മേഘന്റെ കരണത്ത് അടിച്ചു പൊട്ടിച്ച കാര്യവും മഹി പറയുന്നുണ്ട് കേട്ടോ കണ്ണനോട്. എല്ലാം കേൾക്കുന്ന കണ്ണൻ, തന്നോട് എനിക്ക് ഒരു കാര്യത്തിൽ മാത്രമേ എതിരഭിപ്രായമുള്ളൂ, താൻ അവനെ കണ്ടപ്പോൾ തന്നെ എല്ലാം തുറന്നു പറയണമായിരുന്നു. ഇത് തനിക്ക് മാത്രം പറ്റുന്ന തെറ്റല്ല, പല പെണ്ണുങ്ങളുടെയും രീതി ഇത് തന്നെയാണ്. ഗൃഹനാഥനെ ഒന്നും അറിയിക്കാതെ കൊണ്ടു നടക്കും, അവർക്ക് എന്തെങ്കിലും ടെൻഷൻ ആവുമെന്നോ വിഷമാവുമെന്നോ എല്ലാം കരുതും. പക്ഷെ അങ്ങനെ കാര്യങ്ങൾ മറച്ചു പിടിച്ചാൽ കാര്യങ്ങൾ കൂടുതൽ വഷളാവും. താൻ മേഘന്റെ കാര്യം മുൻപ് തന്നെ എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ സാഗറിനെ നമ്മുടെ കമ്പനിയിലേക്ക് പറഞ്ഞു വിട്ടത് മേഘനാഥനാണെന്ന് എനിക്ക് നിഷ്പ്രയാസം പറയാൻ പറ്റുമായിരുന്നു. കാരണം മേഘന്റെ സ്വഭാവം അതാണ്, അവന്റെ പ്രതികാര ബുദ്ധി നമ്മളെല്ലാവരും വിചാരിക്കുന്നതിനേക്കാൾ കൂടുതലാണ്. അവൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടത്താൻ വേണ്ടിയിട്ട് അവൻ ഏതറ്റം വരെയും പോകുമെന്നും പറയുന്നുണ്ട് കേട്ടോ കണ്ണൻ. മേഘനെ കുറിച്ച് ഇതെല്ലാം അറിയുന്ന മഹി ചോദിക്കുന്നുണ്ട്, ഇങ്ങനെയുള്ള ഒരുത്തനെയാണോ കണ്ണേട്ടൻ സ്വർണ്ണക്കടയൊക്കെ ഏൽപ്പിച്ചിരിക്കുന്നത് ചോദിക്കുമ്പോൾ എല്ലാത്തിനും ഒരു തീരുമാനം എടുക്കണം. അവൻ മഞ്ജുവിനെ കല്യാണം കഴിക്കാൻ പോകുന്നവനാണല്ലോ എന്ന് കരുതിയിട്ടാണ് അവന് ചില ഇളവുകൾ ഞാൻ കൊടുത്തത്. പക്ഷേ ഇനി അതൊന്നും നടക്കാൻ പോകുന്നില്ല എന്നും പറയുന്നുണ്ട് കേട്ടോ കണ്ണൻ. തുടർന്ന് മേഘനാണെന്ന് അറിഞ്ഞതിന് ശേഷം അവൻ എന്നെ ഒരു ദിവസം വിളിച്ചിരുന്നു. മഞ്ജുവുമായിട്ടുള്ള കല്യാണത്തിൽ നിന്നും പിന്മാറണമെന്ന് ഞാൻ അവനോട് പറഞ്ഞു. അതുകൊണ്ടാണ് കല്യാണം നീട്ടിവെക്കണമെന്ന് അവൻ കണ്ണേട്ടനോടും മഞ്ജുവിനോടും അമ്മാവനോടും ഒക്കെ പറഞ്ഞത് എന്നുള്ള കാര്യങ്ങളും മഹി ഇതേ സമയം തുറന്നു പറയുന്നുണ്ട് കേട്ടോ. അപ്പോ താനവനെ ഭീഷണിപ്പെടുത്തിയല്ലേ എന്ന് കണ്ണൻ ചോദിക്കുമ്പോൾ അതെ ഭീഷണിപ്പെടുത്തി, പക്ഷെ അതുകൊണ്ടാണ് അവൻ സാഗറിനെ കൊണ്ട് ഇതെല്ലാം ചെയ്യിച്ചത് എന്ന് മഹി പറയുമ്പോൾ അത് സാരമില്ല, ഇപ്പൊ ഇതെല്ലാം ക്ലിയർ ആയല്ലോ എന്നും പറയുന്നുണ്ട് കേട്ടോ കണ്ണൻ. ഇനി അവനുള്ള മറുപടി നേരിട്ട് കൊടുക്കണമെന്ന് പറയും, താൻ കൂടി ഒപ്പം വരണമെന്ന് കണ്ണൻ പറയുമ്പോൾ ഞാൻ വരണോ എന്ന് മഹി ചോദിക്കുമ്പോൾ വരണമെന്ന് തന്നെ പറയുന്നുണ്ട് കേട്ടോ കണ്ണൻ. സാഗറിനെ കൊണ്ട് ഇതെല്ലാം ചെയ്യിച്ചത് അവനല്ലേ, അതുകൊണ്ട് അവനോട് ഇതെല്ലാം നേരിട്ട് ചോദിക്കണ്ടേ എന്നും കണ്ണൻ മഹിയോട് ചോദിക്കുന്നുണ്ട് ഇതേ സമയം. തുടർന്ന് ഇതങ്ങനെ നിസ്സാരമായിട്ട് വിട്ടുകളയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല, അതുകൊണ്ട് തന്നെയും കൂട്ടി അവന്റെ വീട്ടിലേക്ക് പോകാനാണ് ഞാൻ ഇവിടേക്ക് വന്നത്. എന്തായാലും മഞ്ജുവിനെ അവനിന് കൊടുക്കുന്ന പ്രശ്നമില്ലെന്നും കണ്ണൻ പറയുന്നുണ്ട് കേട്ടോ. ഇക്കാര്യങ്ങളൊക്കെ അറിയുമ്പോൾ അവളും ഇതിൽ നിന്നും പിന്മാറാനാണ് സാധ്യത എന്നും കണ്ണൻ പറയുന്നുണ്ട്. അങ്ങനെ കണ്ണനോടൊപ്പം പോകാൻ തന്നെ മഹിയും തീരുമാനിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ സത്യങ്ങളെല്ലാം അറിഞ്ഞ് മേഘനെ വലിച്ചു കീറാനായിട്ട് നേരിട്ട് എത്തിയിരിക്കുകയാണ് കണ്ണനും മഹിയും കൂടിയിട്ട് മേഘന്റെ വീട്ടില്. കോളിംഗ് ബെല്ല് കേൾക്കുന്നതും സ്വാതിയാണ് കേട്ടോ വന്ന് വാതിൽ തുറക്കുന്നത്. അപ്പോ കണ്ണനെയും മഹിയും കാണുന്നതും കണ്ണേട്ടനാണോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ മാത്രമല്ല എന്റെ ഭാര്യയുണ്ട് എന്ന് സ്വാതിക്ക് നല്ല മറുപടി തന്നെ കണ്ണൻ കൊടുക്കുന്നുണ്ട്. ഇതേ സമയം വാമനും സീമന്തിരിയും അവിടേക്ക് വരുന്നുണ്ട് കേട്ടോ. കണ്ണന്റെയും മഹിയുടെയും അപ്രതീക്ഷിതമായിട്ടുള്ള വരവിൽ എന്തോ ഒരു പന്തികേടിരുന്ന് വാമനും സീമന്തിരിക്കും തോന്നുന്നുണ്ട്. തുടർന്ന് എന്താ രണ്ടാളും കൂടെ എന്ന് വാമൻ ചോദിക്കുമ്പോൾ അമ്മാവന്റെ മോൻ എവിടെ, എന്റെ പെങ്ങളെ കല്യാണം കഴിക്കാൻ പോകുന്ന അവന്റെ മുറച്ചെറുക്കൻ എവിടെ എന്ന് ചോദിക്കുകയാണ് കേട്ടോ കണ്ണൻ. അവൻ ഇവിടെ ഉണ്ടായിട്ടും ഇല്ല എന്ന് കള്ളം പറയണ്ട എന്നും കണ്ണൻ പറയുന്നുണ്ട്. ഇതേ സമയം തന്നെ മേഘൻ താഴേക്ക് ഇറങ്ങി വരികയാണ്. അപ്പൊ കണ്ണനെയും മഹിയെയും കാണുന്നതും ഞെട്ടിച്ചിരിക്കുന്നുണ്ട് കേട്ടോ മേഘൻ. അപ്പൊ മേഘനെ രൂക്ഷമായിട്ട് നോക്കുന്നുണ്ട് കണ്ണനും മഹിയും.
അങ്ങനെ മേഘനെ തന്നെ ഉറ്റുനോക്കിക്കൊണ്ട് നിൽക്കുന്ന മഹാലക്ഷ്മിയെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് പൂർണ്ണമാകുന്നത്. അങ്ങനെ മൈഹനാഥൻ ഇത്രനാളും മഹിയോട് ചെയ്തു കൂട്ടിയ എല്ലാ കൊള്ളരുതായ്മകൾക്കുള്ള തക്ക തിരിച്ചടി തന്നെയാണ് കേട്ടോ കണ്ണൻ കൊടുക്കാൻ പോകുന്നത്. അങ്ങനെ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്